ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി സലാഡാണ്, കച്ചമ്പർ സലാഡ്. അപ്പം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. കുക്കുംബർ, നമ്മൾ സലാഡ് വെള്ളരിക്കല്ലേ, അത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, എല്ലാം നീളത്തിൽ വേണം കേട്ടോ അരിയാൻ. ക്യാരറ്റ് 1/4 കപ്പ്, ക്യാപ്സിക്കം, ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു തക്കാളി, അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു പകുതി നാരങ്ങ. ഇത്രയാണ് നമുക്ക് കച്ചമ്പർ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇത് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഈസിയുമാണ്. ഇതൊക്കെ നമുക്ക് അരിയാൻ എടുക്കുന്നൊരു സമയം മാത്രമേ ഉള്ളൂ. ഞാനൊരു വലിയ ബൗളിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുകയാണ്. കുക്കുംബർ, ക്യാരറ്റ്, ഓണിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇതൊക്കെ ഭയങ്കര കളർഫുൾ അല്ലേ. പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചെടുത്താൽ മതി, കാരണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മല്ലിയില, ഒക്കെ ഭയങ്കര കളർഫുൾ അല്ലേ, നല്ല ഹെൽത്തിയാണ്. ഒത്തിരി കളർ ഉണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടുന്നതാണ് പറയണേ. മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും അത് ആവശ്യത്തിന്. നമ്മൾ സലാഡാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാവില്ല. ഒരു ആവശ്യത്തിന് ഉപ്പരസം തോന്നാൻ വേണ്ടി കുറച്ചിടുക, അല്ലാണ്ട് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ സലാഡിൻ്റെ കഴിക്കുന്നതിൻ്റെ ആ ഗുണം ഉണ്ടാവില്ലല്ലോ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്താണ്, നമ്മുടെ നാരങ്ങ നീര്. ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്യുക, എല്ലായിടത്തും ലെമൺ ജ്യൂസ് എത്തുന്ന രീതിയിൽ. നമ്മുടെ ടേസ്റ്റി, ഹെൽത്തി ആൻഡ് ഈസി സലാഡ് റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ കച്ചമ്പർ സലാഡ് റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടെ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.